സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, പക്ഷെ പറയാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ജോബാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമാണ്. കാരണം അത്രയും മാനവശേഷി ഇല്ലാത്ത സാഹചര്യത്തിൽ കൂടി അവർ സേവന മനോഭാവത്തോടു കൂടി ജോലി ചെയ്യുന്നവരാണ്. അവരർഹിക്കുന്ന വേതനം അവർക്ക് ലഭിക്കുന്നില്ല. അവർ മനുഷ്യരാണ്, അവർക്കും പല കാര്യങ്ങളിലും തെറ്റുപറ്റാം. അത് നിയമം അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ആസ് എൻ അഡ്വക്കേറ്റ് എനിക്കിത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം മിക്കപ്പോഴും മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വരികയാണെങ്കിൽ അത് നമുക്ക് വിക്ടിമിന് നീതി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എപ്പോഴും കോർട്ട് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി റിലേ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡോക്ടർമാരും അവർ ഡോക്ടേഴ്സിന് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ അത്ര ഓബ്വിയസ് ആയിട്ടുള്ള നെഗ്ലിജൻസ് കേസുകളിൽ പോലും ഡോക്ടർമാരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പോയ പാകപ്പിഴകൾ പറയാറില്ല. ഇപ്പോൾ ഈ ഉഷ ജോസഫ് ആലപ്പുഴയിൽ സംഭവിച്ച കത്രിക വയറ്റിൽ കുടിക്കാൻ കേസിൽ പോലും റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഡോക്ടറിന് ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ടാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് ഡോക്ടേഴ്സ് ജഡ്ജിങ് ബൈ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന്